കാനയുടെ തകർച്ചയും അശാസ്ത്രീയ നിർമ്മാണവും കാരണം വെള്ളക്കെട്ടിൽ വലഞ്ഞ് 12ഓളം കുടുംബങ്ങൾ. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ 12-ാം വാർഡിൽ തിരുമംഗലം ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്നവരാണ് വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലായത്. കാന നിർമ്മാണത്തിലെ അപാകത മൂലം മഴക്കാലമായാൽ പ്രദേശത്തെ 1/2 കിലോമീറ്ററോളം ദൂരത്തെ മാലിന്യങ്ങളും വെള്ളവും ചെന്നെത്തുന്നത് ഇവർ താമസിക്കുന്ന വീടുകളുടെ സമീപത്തുള്ള കുളത്തിലേക്കാണ്. ഇതോടെ വീടുകൾക്ക് ചുറ്റും വെള്ളക്കെട്ട് രൂപപ്പെടുകയും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും ബുദ്ധിമുട്ടാവുകയും വീടുകളുടെ ബലക്ഷയത്തിന് കാരണമാകുന്നതായും ഇവർ പറയുന്നു. അധികം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഏരിയ മുട്ടിന്റെ മേലെ വെള്ളം നിറഞ്ഞ ഏകദേശം ഈ സറൗണ്ടിങ് 1 കിലോമീറ്ററിനകത്തുള്ള വെള്ളം അകത്തുനിന്നല്ല ചിലപ്പോൾ പുറത്തുനിന്നുള്ള മൊത്തം ഏരിയക്ക് കാനയുടെ ഒരു പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് ഇല്ലാത്ത കാരണം ഈ വെള്ളമൊക്കെ ഇങ്ങോട്ട് വരിക. തിരിച്ച് പോകണതാണെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ടാണ്. മഴക്കാലം തീർന്നാൽ കുറേ നാളത്തോളം ഈ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. മാത്രമല്ല വെള്ളം കൂടി വന്നിട്ട് ടോയ്ലറ്റ് കക്കൂസ് റിങ്ങിൻ്റെ ഒക്കെ മേലേക്ക് നിൽക്കും. അപ്പോൾ വെള്ളം ഓട്ടോമാറ്റിക്കലി വെള്ളം വേസ്റ്റ് കക്കൂസ് മാലിന്യം വരെ ഏരിയ മൊത്തം നടക്കും. ഇപ്പോൾ ഈ അടുത്ത് ഉള്ള എല്ലാവർക്കും സ്കൂൾ കുട്ടികളാണെങ്കിലും മുതിർന്ന ആൾക്കാർക്കാണെങ്കിലും പുറത്ത് പോകാനും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടാണ് ഭയങ്കര പ്രശ്നം. കുളത്തിലെത്തുന്ന മാലിന്യങ്ങൾ വീടുകൾക്ക് ചുറ്റും നിറയുന്നത് പകർച്ചവ്യാധികൾക്ക് കാരണമാകുമെന്ന ഭീതിയിലാണ് ഇവിടത്തുകാർ. നടവഴിയായി ഉപയോഗിക്കുന്ന കാനയുടെ മുകളിൽ സ്ലാബുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പലയിടത്തും തകർന്ന് കാനയിൽ വീണ് വെള്ളമൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇതും വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട്. ഇതോടെ സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ വെള്ളക്കെട്ടിലൂടെ സഞ്ചരിച്ച് വേണം റോഡിലേക്ക് എത്തണമെങ്കിൽ. നിലവിലുള്ള കാനയുടെ നീളം കൂട്ടി സമീപത്തെ ഒറ്റഞ്ഞാവൽ പോളക്കൻ റോഡിലെ കാനയിലേക്കോ നീലാരി തോടുമായി ബന്ധിപ്പിക്കുകയോ ചെയ്താൽ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാനപണി ആ ഒരു പ്രോപ്പറായിട്ട് ചെയ്യാത്ത കാരണം, അതായത് മെയിൻ്റനൻസ് ചെയ്തിട്ടില്ല കറക്റ്റായിട്ട്. ഇപ്പോൾ ലാസ്റ്റ് ഒരു മെയിൻ്റനൻസിൻ്റെ കാര്യത്തിന് കൊടുത്തപ്പോൾ 6 ലക്ഷം രൂപ നമുക്ക് പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെയിട്ട് അത് വർക്ക് നടന്നിട്ടില്ല. ഇത്രയും വെള്ളമായിട്ട് പിന്നെ ഇപ്പം എന്തെങ്കിലും ഒന്നും ചെയ്യാനും പറ്റൂല. ഇത്രയും മഴ പെയ്ത് കണ്ടില്ലേ, ഇപ്പൊ തുടങ്ങിയിട്ടുള്ള മഴ തുടങ്ങുമ്പോഴത്തേന് ഇത്രയും വെള്ളക്കെട്ടായി. ശരിക്കും ഒരു മഴ വന്നു കഴിഞ്ഞാൽ മുങ്ങിപ്പോവും. ആകമുള്ള മഞ്ഞൊക്കെ മാന്തി പൊളിഞ്ഞ് കിടക്കുന്നു അവിടെ ഇവിടെ ഒക്കെ. കാനയുടെ പുനർനിർമ്മാണത്തിനായി പണം വകയിരുത്തിയിട്ടുള്ളതായി വാർഡ് മെമ്പർ പറയുന്നുണ്ടെങ്കിലും ഒരു നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. എത്രയും പെട്ടെന്ന് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാവണം. 6 ലക്ഷം ഇവിടെ പാസ്സാക്കി വെച്ചെന്ന് പറഞ്ഞു. ടെൻഡർ എടുക്കാൻ ആളെ കിട്ടിയില്ല, റീടെൻഡർ വെച്ചു. എന്നിട്ട് എന്തായെന്നുള്ള അറിയില്ല. മഴ സീസണിൽ ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. എത്രയും വേഗം കാനയുടെ പുനർനിർമ്മാണം നടത്തി തങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. TCV ന്യൂസ്, തൃപ്രയാർ.